സർക്കാർ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് മെയ് 18-നാണ്. എന്തെങ്കിലും ഒപ്പിച്ചാ ഞാൻ ഒപ്പിക്കാൻ. പക്ഷെ ഇവിടുത്തെ ട്രാൻസ്ഫർ ഓർഡറുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, സർക്കാർ 18-ന് മുമ്പ് അധികാരമേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ട്രാൻസ്ഫറുകളെല്ലാം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില സ്ഥാപിത താല്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാല്പര്യം സംരക്ഷിക്കാനാവുക? സാധാരണക്കാരന്റെ വിഷമം എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കണം കേട്ടോ. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. ഈ രീതി തിരുത്തിയേ പറ്റൂ. അത് ഭരണമാറ്റത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും യോജിച്ചതല്ല. കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ പ്രശ്നം? എനിക്ക് താല്പര്യമില്ല. സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലമാറ്റം അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നമ്മുടെ ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. നീതിരഹിതമായ സ്ഥലമാറ്റം തുടരും എന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണൊക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. അപ്പോ നാണം കെട്ടൊരു പണി യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടതായിട്ടുണ്ടോ? നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ കാര്യത്തിൽ? നിങ്ങൾ അധികാരമേൽക്കൂ. 18-ാം തീയതി നിങ്ങൾ അധികാരമേറ്റു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റും. പക്ഷേ ഇഷ്ടമില്ലാത്തവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ 2017-ലെ ട്രാൻസ്ഫർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭരണപരമെന്നെല്ലാം പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം 25/2/2017 സർക്കാർ ഉത്തരവ് നമ്പർ 3 വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടൂ. അപ്പം മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അതിനാൽ സാർ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ളതല്ല. സൂപ്പർ.